ജോണി ലൂക്കോസ്. ഞാൻ കേട്ട ഏറ്റവും നല്ല ഗോസിപ്പിനെക്കുറിച്ച്, ഒരു കഥയെക്കുറിച്ച് പറയട്ടെ. അത് മോഹൻലാലിനൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു എന്നായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു. ഇത് കേട്ടിരുന്നോ താങ്കൾ? മോഹൻലാൽ ഒട്ടും പ്രകോപിതനാവാതെ, ഒട്ടും സംഭ്രമമില്ലാതെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. അത് പക്ഷേ ശരിയല്ല, അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇരുവരും പൊട്ടിച്ചിരിക്കുന്നു. 7 വർഷം മുൻപ് മനോരമ ന്യൂസിലെ ജോണി ലൂക്കോസുമായുള്ള അഭിമുഖത്തിൽ ലാലേട്ടൻ പറഞ്ഞ മറുപടി മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയെക്കുറിച്ച് MP നാരായണപിള്ള വിശേഷിപ്പിച്ച പോലെ സദാചാര മലയാളിയുടെ മുഖത്തേക്ക് തീണ്ടാരത്തുണിക്കൊണ്ടുള്ള ഒരു എയറായിരുന്നു. ഈ ലേഖകൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ കേട്ട നിറം പിടിപ്പിച്ച കഥകളിൽ ഒന്നായിരുന്നു മോഹൻലാലിൻ്റെ ലൈംഗിക ബന്ധങ്ങൾ. അടുത്ത ജന്മത്തിൽ ലാലേട്ടൻ്റെ ജനനേന്ദ്രിയമായി ജനിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞ കൂട്ടുകാർ പോലും അക്കാലത്തുണ്ടായിരുന്നു. മമ്മൂട്ടി മര്യാദ പുരുഷോത്തമനും പെട്ടി, കുട്ടി, മാമാട്ടി എന്ന നിലയിൽ കുടുംബസ്ഥനുമായി ജീവിച്ചപ്പോൾ സിനിമയ്ക്ക് അകത്തും പുറത്തും പ്ലേ ബോയ് ഇമേജായിരുന്നു മോഹൻലാലിന്. M. കൃഷ്ണൻ നായർ ഒരിക്കൽ എഴുതിയിരുന്നു, മലയാളി സ്ത്രീകളിൽ പലരും ഭർത്താവുമായി ബന്ധപ്പെടുമ്പോഴും മാനസമൈഥുനത്തിൽ ഏർപ്പെട്ടത് ഈ മനുഷ്യനുമായിട്ടായിരിക്കണമെന്ന്. സാഹിത്യ വാരഫലത്തിനിടെ അല്പം ചൂടൻ സാധനങ്ങൾ ഇടുക കൃഷ്ണൻ നായരുടെ ഒരു സെല്ലിംഗ് ട്രിക്കായിരുന്നു. പക്ഷെ ലാലേട്ടൻ്റെ ശരീരത്തെക്കുറിച്ച് വരെ പിന്നീട് പഠനങ്ങൾ വന്നു. ശരാശരി മലയാളിയുടെ മനസ്സിൽ അബോധമായി കിടക്കുന്ന ഫ്യൂഡൽ പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായ ആ താരശരീരത്തെക്കുറിച്ചും മീശപ്പിരിയിലെയും മുണ്ടുമടക്കിക്കുത്തലിലെയും മോഹനതകളെക്കുറിച്ചുമൊക്കെ അക്കാദമിക് പഠനങ്ങൾ പോലും പുറത്തിറങ്ങി. താൻ മദ്യപിക്കുമെന്നത് മോഹൻലാൽ രഹസ്യമായി വെക്കാറില്ല. ഇഷ്ടമുള്ള ഭക്ഷണം ആവോളം കഴിക്കാൻ മടി കാണിക്കാറില്ല. ഒന്നിനോടും വിരക്തിയും വൈരാഗ്യവുമില്ലാത്തതുപോലെ അനാവശ്യമായ ഉത്കണ്ഠയും വിജയങ്ങളിലെ അമിത ആഘോഷമോ പരാജയങ്ങളിലെ അമിത വിഷാദമോ ഒന്നുമില്ല. തനിക്കെതിരെ ഇത്രയേറെ വ്യക്തിഹത്യ നടത്തിയ ശ്രീനിവാസനെ പോലും അയാൾ കെട്ടിപ്പിടിക്കുന്നു. എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ തലയിലേറ്റുന്നത്? ഞങ്ങൾ തമ്മിൽ ചെയ്ത എത്രയോ നല്ല ചിത്രങ്ങൾ ഉണ്ട്, അതേക്കുറിച്ച് പറയൂ എന്ന് മാധ്യമങ്ങളോട് തിരുത്തുന്നു. ഒരു കാര്യത്തിലും ഒരു പ്ലാനിങ്ങുമില്ല ലാലേട്ടന്. വീണേടം വിഷ്ണുലോകം. കിരീടത്തിലെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചത് തൊട്ടടുത്ത നിമിഷം വരെ കസേരയിൽ ഇരുന്ന് തമാശ പറഞ്ഞ ശേഷം. ഇറങ്ങിപ്പോയി ഒറ്റ എടുപ്പാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? നായനാർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തതുപോലെ ലാൽ എന്ത് ഗോസിപ്പിലെ നായകനായാലും ആരും ഞെട്ടില്ല. ഒരിക്കൽ ഒരു താരനിശയുടെ വേദിയിലിരുന്ന് പരസ്യമായി സ്വയംഭോഗ ആക്ഷൻ മോഹൻലാൽ കാണിച്ചതിൻ്റെ വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തിരിക്കുന്ന മമ്മൂട്ടി അടക്കമുള്ളവർ ചിരിക്കുകയാണ്. അത് മറ്റാരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ മലയാളി കൊന്നു കൊല വിളിച്ചേനെ. ജോണി ലൂക്കോസ് ഈ 3000 ക്ലബിൻ്റെ കാര്യം മറ്റേതെങ്കിലും നടനോട് ചോദിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു? പറഞ്ഞു വരുന്നത് ഇത്രയേയുള്ളൂ. എന്നും ശരാശരി മലയാളിക്ക് എതിരെയായിരുന്നു ലാലേട്ടൻ്റെ ജീവിതം. ഒരാളെക്കുറിച്ചും കുറ്റം പറയാതെ, ഒരിടത്തും ടോക്സിസിറ്റി പരത്താതെ, തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും ഇഷ്ടമുള്ള വേഷങ്ങളിൽ അഭിനയിച്ചും ഉഭയസമ്മതമുള്ള സ്ത്രീകളുമായി പ്രണയലീലയിൽ ഏർപ്പെട്ടും തൻ്റെ ജീവിതത്തിൻ്റെ 60% അദ്ദേഹം മനോഹരമായി ആടിത്തീർത്തു. മലയാളത്തിലെ ജീവിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ജന്മം കൂടിയാണ് ലാലേട്ടൻ. മിത്തും യാഥാർത്ഥ്യവും കൂടിക്കലർന്ന രതിജീവിതമാണ് അയാളുടേത്. അത് ഒരു വഷളൻ ലൈംഗിക പീഡകൻ്റേതല്ല. ലാലേട്ടൻ ഭാര്യയോട് ഫോണിൽ സംസാരിക്കുന്നത് ഈയിടെ കേട്ട ഒരു സംവിധായകൻ പറഞ്ഞത് ഇന്നലെ വിവാഹം കഴിച്ചവരാണ് ഇവർ എന്ന് തോന്നിപ്പോവുമെന്നാണ്. അത്രമാത്രം പ്രണയം, അത്രമാത്രം കരുതൽ. 16,008 കാമുകിമാർക്കും ഒരുപോലെ പ്രാപ്യനായ ഒരു മിത്തിക്കൽ ജന്മം. അയാളുടെ രതി നിങ്ങൾ ചെയ്യുന്ന ഈ സെക്സ് അല്ല. ഇത്ര കാലത്തിനിടയിൽ ഒരു മീ ടു ആരോപണം പോലും ചെരിഞ്ഞു കിടക്കുന്ന ലോകത്തിലെ ഈ രണ്ടാമത്തെ അത്ഭുതത്തിൻ്റെ പേരിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉറഞ്ഞു തുള്ളുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് മോഹൻലാലിനെ അറിയില്ല. ചുരുങ്ങിയ പരിചയം വെച്ച് എനിക്ക് പറയാൻ കഴിയും, അയാൾ ഒരു പീഡകനും കോക്കസ് നായകനുമല്ല, ചാണകവും സംഘിയുമല്ല, ഒരു കള്ളിയിലും പെടാത്ത ഒരു അവധൂത ജന്മമാണ്. അയാളെ അയാളുടെ പാട്ടിന് വിടുക. M. റിജു.